നമസ്കാരം. എല്ലാവർക്കും ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. ഈയിടെ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചൊരു വാർത്തയാണല്ലോ മേഘാലയയിലെ ആ മധുവിധു കൊലപാതക കേസ്. അതിന്റെ ചില വിവരങ്ങളും പിന്നെ അതിൽ നിന്ന് നമുക്ക് എന്താണ് ചിന്തിക്കാനുള്ളത് എന്നതും പങ്കുവെക്കണമെന്ന് തോന്നി. അതെ, വളരെ ദാരുണമായൊരു സംഭവം തന്നെയാണത്. ഇൻഡോർ സ്വദേശി രാജാ രഘുവംശി കല്യാണം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം മേഘാലയയിൽ മധുവിധു ആഘോഷിക്കാൻ പോയതാണ്. അവിടെ വെച്ച് ഭാര്യ സോനം രഘുവംശി തന്നെ വാടക കൊലയാളികളെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. അതെ, മെയ് 11 വിവാഹിതരായി മെയ് 23 മേഘാലയയിൽ വെച്ച് ഇവരെ കാണാതാവുന്നത്. പിന്നീട് ജൂൺ 2 ഈസ്റ്റ് ഖാസി ഹിൽസ് ജില്ലയിലെ സോഹ്റ, അതായത് നമ്മൾ ചിറാപുഞ്ചി എന്ന് പറയുന്ന സ്ഥലം, ചിറാപുഞ്ചി, അവിടുത്തെ ഒരു വെള്ളച്ചാട്ടത്തിനടുത്തുള്ള കൊക്കയിൽ നിന്നാണ് രാജയുടെ ബോഡി കിട്ടുന്നത്. ഓപ്പറേഷൻ ഹണിമൂൺ എന്നൊരു പേരിൽ പോലീസ് അന്വേഷണം നടത്തിയെന്നും വായിച്ചു. ശരിയാണ്, മേഘാലയ പോലീസ് അങ്ങനെയാണ് അതിനെ വിളിച്ചത്. ഏകദേശം 20 പ്രധാന ഉദ്യോഗസ്ഥരും മൊത്തത്തിലൊരു 120 പോലീസുകാരും. 120 പേരോ? അതെ, അത്രയും പേർ ഈ ഒരു കേസിന്റെ പിന്നാലെയുണ്ടായിരുന്നു. കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിൽ പങ്കുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. ഇതിലെ ശ്രദ്ധേയമായൊരു കാര്യം, മൃതദേഹം കിട്ടി പിറ്റേ ദിവസം തന്നെ, ജൂൺ 3 തന്നെ. അതെ, സോനത്തിനിതിൽ പങ്കുണ്ടെന്ന് പോലീസിന് ഏതാണ്ടൊരു ധാരണ കിട്ടിയിരുന്നു. അതെങ്ങനെയാണ്? അവർ കീഴടങ്ങുന്നതിന് മുമ്പല്ലേ അത്? ആണ്. പ്രധാനമായും ചില തെളിവുകളാണ് അതിലേക്ക് വിരൽ ചൂണ്ടിയത്. സംഭവസ്ഥലത്ത് നിന്ന് പ്രതികളിലൊരാളായ ആകാശിന്റെ രക്തം പുരണ്ട ഒരു ഷർട്ട് കിട്ടി. അതോടൊപ്പം സോനം ആകാശിന് കൊടുത്ത ഒരു റെയിൻകോട്ട്, അത് സംഭവസ്ഥലത്ത് നിന്ന് ഒരു 6 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് കിട്ടി. അത് തെളിവ് നശിപ്പിക്കാൻ നോക്കിയതാവുമല്ലേ? അതെ, അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിട്ടാണ് പോലീസ് കരുതുന്നത്. പിന്നെ പിടിയിലായ ആനന്ദ് കുർമി എന്ന മറ്റൊരാൾ, അയാളെ പിടിയിലാവുമ്പോൾ ധരിച്ചിരുന്നത് ആ സംഭവ സമയത്ത് ധരിച്ച അതേ ഡ്രസ്സ് തന്നെയായിരുന്നു. ഓഹോ, അപ്പൊ ഇതെല്ലാം വെച്ച് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റി. അതെ. ഈ പിടിയിലായ പ്രതികളുടെ മൊഴികൾ എന്തായിരുന്നു? അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. തീർച്ചയായും. സോനത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് രാജയെ ആക്രമിച്ചത്. പിന്നെ സോനത്തിന്റെ കൺമുന്നിൽ വെച്ചാണ് കൊലപാതകം നടന്നത് എന്നൊക്കെയാണ് അവർ പോലീസിനോട് പറഞ്ഞത്. അപ്പൊ സോനവും അവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഗുവാഹത്തിയിലെ ഒരു ഹോട്ടലിന് വെളിയിലുള്ള കടയിൽ നിന്നാണ് ആയുധം വാങ്ങിയതെന്നും അവർ പറഞ്ഞു. തലയുടെ മുൻപിലും പിന്നിലുമായി ഓരോ അടി കിട്ടിയതാണ് മരണകാരണം എന്നാണ് പ്രിലിമിനറി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഈ കേസിൽ സോനം അല്ലാതെ വേറെ ആരൊക്കെയാണ് അറസ്റ്റിലായത്? സോനത്തിന്റെ കാമുകന് സംശയിക്കുന്ന രാജു കുഷ്വാഹ, പിന്നെ വിശാൽ ചൗഹാൻ, ആകാശ് രജപുത്, ആനന്ദ് കുർമി, അങ്ങനെ കേസുമായി ബന്ധമുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും സോനം മേഘാലയയിലേക്ക് പോയത് തന്നെ ഈ ഒരു ഉദ്ദേശത്തോടെയാണെന്നാണോ പോലീസ് പറയുന്നത്? അതെ, അത് ശരിക്കും ഞെട്ടിക്കുന്നൊരു കാര്യമാണ്. പോലീസ് പറയുന്നത് അവർ കല്യാണം കഴിഞ്ഞ് പോയതാണെങ്കിലും മേഘാലയയിൽ വെച്ച് ഒരു ഫോട്ടോ പോലും എടുത്തിട്ടില്ല എന്നാണ്. ഒരു ഫോട്ടോ പോലും എടുത്തില്ലേ? ഇല്ല. അതും പോലീസിന് സംശയം കൂട്ടി. മെയ് 23 രാജയെ കൊലപ്പെടുത്തിയ ശേഷം സോനം നേരെ മേഘാലയ വിട്ട് ഇൻഡോറിലേക്ക് പോയി. അവിടെ ചെന്ന് ഈ കാമുകനായ രാജ് കുഷ്വാഹയെ കണ്ടു. എന്നിട്ട് അവിടെ ഒരു വാടകമുറിയിൽ ഒരു ദിവസം നിന്നു. പിന്നെ ഒരു ഡ്രൈവറുടെ സഹായത്തോടെ ഉത്തർപ്രദേശിലെത്തി. ഗാസിപൂർ ജില്ലയിലെ നന്ദ്ഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുകയായിരുന്നു. ഈ സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉള്ളിൽ അടക്കിപ്പിടിച്ച ചില കാര്യങ്ങള്, ചില സത്യസന്ധതയില്ലാത്ത തീരുമാനങ്ങള്, അതൊക്കെ എത്ര വലിയ ദുരന്തത്തിലേക്കാണ് കൊണ്ടെത്തിക്കുക എന്ന് ഓർത്തുപോകുന്നു. തീർച്ചയായും. ചിലപ്പോൾ നമ്മളൊരു ബന്ധത്തിലായിരിക്കും, പക്ഷെ വീട്ടുകാർ നിർബന്ധിച്ച് വേറൊരു കല്യാണം കഴിപ്പിക്കാൻ നോക്കും. അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടാവാം. അപ്പോൾ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും വീട്ടുകാരോട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ളൊരു ധൈര്യം കാണിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. ശരിയാണ്. മാതാപിതാക്കളെ ചിലപ്പോൾ തന്നെ സമ്മതിക്കില്ലായിരിക്കാം. എന്നാലും തുറന്നു പറയുന്നത് ഒരു വിശ്വാസം ഉണ്ടാക്കാനും പിന്നീടൊരു ധാരണയിലെത്താനും ചിലപ്പോൾ സഹായിച്ചേക്കാം. അതെ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വിവാഹം കഴിഞ്ഞു, ആ ബന്ധത്തിൽ ഒട്ടും സന്തോഷമില്ലാന്ന് തിരിച്ചറിയുകയാണെങ്കിലോ, ഈ അക്രമത്തിലേക്കോ അല്ലെങ്കിൽ വഞ്ചനയിലേക്കോ പോകുന്നതിന് പകരം ആ ബന്ധത്തിൽ നിന്ന് മാന്യമായിട്ട് പിന്മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കണം. ഒരു ജീവൻ എടുക്കുന്നത് അതൊരിക്കലും ഒരു പരിഹാരമല്ലല്ലോ. ഒരിക്കലുമല്ല. സംസാരിച്ച് പ്രശ്നം തീർക്കാൻ നോക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം തേടുക, അതുമല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി നടക്കുക. അതാണ് വേണ്ടത്. മനുഷ്യന്റെ ജീവൻ അത്രയ്ക്ക് വിലപ്പെട്ടതാണ്. ശരിയാണ്. ഒന്ന് ഓർത്തു നോക്കൂ. ഒരു പക്ഷേ സോനം രഘുവംശിക്ക് താൻ വേറൊരാളുമായി പ്രണയത്തിലാണെന്ന കാര്യം രാജയോട് ഒരുപക്ഷേ ധൈര്യമായിട്ട് പറയാൻ പറ്റിയിരുന്നെങ്കിൽ. അതെ, അങ്ങനെ ചിന്തിക്കുമ്പോൾ രാജ ഒരുപക്ഷേ ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു.
ഒരുപക്ഷെ വേറെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാവാം. സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊരു പാഠമായിട്ടെടുക്കണം. ധൈര്യമായിരിക്കുക, സത്യസന്ധത കാണിക്കുക, ഒരിക്കലും ഇത്തരം ക്രൂരമായ വഴികളിലേക്ക് തിരിയാതിരിക്കുക. അതെ, അതുതന്നെയാണ് ഇതിൽ നിന്ന് പ്രധാനമായും നമ്മൾ ഓർക്കേണ്ട കാര്യം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ നിങ്ങളെ ചിന്തിപ്പിച്ച, നിങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഞങ്ങൾക്ക് എഴുതാം. ഞങ്ങളുടെ ഇമെയിൽ വിലാസം theopenmicpodcasts@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കണം. അടുത്ത തവണ പുതിയ ഒരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി.